നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കനത്ത മഴ തുടരുന്നു. എറണാകുളം ജില്ലയിൽ വീണ്ടും കനത്ത മഴ. നഗര ഗ്രാമമേഖലകളിലെല്ലാം മഴ ശക്തി പ്രാപിക്കുകയാണ്. കളമശ്ശേരിയിലും ഇടപ്പള്ളിയിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, ഏതാണ്ട് ഇന്ന് രാവിലെ 10-11 മണിയോടുകൂടി മഴ ഏതാണ്ട് കുറഞ്ഞത് മാറി നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ വീണ്ടും ആരംഭിച്ച മഴ കൂടുതൽ ശക്തിയിലാണോ പെയ്യുന്നത്? ഈ വെള്ളക്കെട്ട് ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ ഗതാഗതത്തിനടക്കം? ഗൂഗിൾ പറഞ്ഞതുപോലെ രാവിലെ ഒരു 11 മണിയോടുകൂടി കൊച്ചിയിലും ഒപ്പം എറണാകുളം ജില്ലയിലും ആകെ മഴ ശമിച്ചിരുന്നു. പക്ഷേ അത് രാത്രിയോടുകൂടി വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ഒരു അരമുക്കാൽ മണിക്കൂറായി മഴ വീണ്ടും തുടങ്ങിയിട്ട്. അത് അതിശക്തമായ മഴയാണ്. അത് നേരിയ കുറവ് പോലുമില്ലാതെ അങ്ങനെ തുടരുകയാണ്. ആ അരമണിക്കൂറോളം പെയ്ത മഴയിലാണ് എടപ്പള്ളി, കളമശ്ശേരി, വൈറ്റിലടക്കമുള്ള പ്രധാന നഗരങ്ങൾ വെള്ളത്തിനടിയിലായത്. അല്പസമയം മുമ്പ്, ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട ആദ്യ ലൈവ് നൽകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന എടപ്പള്ളി ടൗണിൽ എന്റെ കാൽപാദം വരെയായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ അതിന് മുകളിലേക്ക് കാൽപാദവും പൊങ്ങി അതിന് മുകളിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം നടു റോഡിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എത്രത്തോളം ശക്തിയായ മഴയാണ് കൊച്ചിയിൽ പെയ്യുന്നത് എന്നുള്ളതിനെ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ വീണ്ടും ഓരോ മിനിറ്റിലും വെള്ളം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊച്ചി നഗരം ഈ രാത്രി കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളമശ്ശേരിയിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം പെരുമ്പാവൂരടക്കമുള്ള കോതമംഗലം, മൂവാറ്റുപുഴ അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും ഈ ജില്ലയുടെ മലയോര മേഖലകളിലേക്കും മഴ വലിയ തോതിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഫോർട്ട് കൊച്ചിയിലും അല്പസമയം മുമ്പ് അതിശക്തമായ മഴ ആരംഭിച്ചിട്ടുണ്ട്. പുളിഞ്ചോടക്കമുള്ള ആലുവ പ്രദേശങ്ങളിൽ രാവിലെ വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതേ രീതിയിലേക്ക് വീണ്ടും സാഹചര്യം പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വെള്ളക്കെട്ട് അത് ഓരോ മിനിറ്റിലും ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് രാത്രി യാത്ര വലിയ ദുഷ്കരമായൊരു സാഹചര്യത്തിലേക്ക് കൊച്ചി നഗരത്തിൽ മാറുകയാണ്. ഇപ്പോഴാണെങ്കിൽ പോലും വലിയ ഗതാഗത കുരുക്ക് എടപ്പള്ളി നഗരത്തിലുണ്ട്. അത് ഈ വെള്ളക്കെട്ട് കാരണം വാഹനങ്ങൾക്ക് ഇവിടെ നിന്ന് വേഗതയിൽ പോകാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇരുചക്ര വാഹനങ്ങളൊക്കെ വലിയ കഷ്ടപ്പെട്ടാണ് ഈ വെള്ളക്കെട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ഭാഗത്ത് റോഡ് പണി നടക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് എവിടെയാണ് കുണ്ടും കുഴിയും ഉള്ളത് എന്നുള്ള കാര്യം കൂടി യാത്രക്കാർക്ക് അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. എന്തായാലും രാത്രി ഒരു പ്രതിസന്ധി തന്നെ കൊച്ചി നഗരത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ ശക്തമായ മഴയിൽ. ഗൂഗിൾ അശ്വിൻ, ഈ വെള്ളിയാഴ്ച വൈകുന്നേരമാണ്. ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട ദേശീയപാതയിലും ബൈപ്പാസിലുമൊക്കെ ഏതൊക്കെ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ കളമശ്ശേരി, ഇടപ്പള്ളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അത്തരത്തിൽ എവിടെയെങ്കിലും വെള്ളക്കെട്ടിന്റെ വിവരങ്ങളുണ്ടോ? തീർച്ചയായും കളമശ്ശേരിയിൽ യാത്ര അല്പം ദുഷ്കരമാണ്. കളമശ്ശേരിയിൽ നിന്നും HMD വഴി കയറുന്ന റോഡിൽ സിഗ്നൽ ജംഗ്ഷനിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. അവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നും ചേരാനെല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. ലുലു മാളിന്റെ സൈഡ് വശത്താണ്. ഇവിടെയാണ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ വെള്ളക്കെട്ടുള്ളത്. ഇത് സിഗ്നൽ, ഇതിനപ്പുറത്ത് എടപ്പള്ളിയിലെ മെയിൻ സിഗ്നൽ കൂടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു വശം, റോഡിന്റെ ഒരു വശം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളാണ് വലിയ തോതിൽ സൂക്ഷിക്കേണ്ടത്. കാരണം ഈ പലയിടങ്ങളിലും ഈ സമീപ ഇടങ്ങളിൽ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വശങ്ങളിൽ ചില നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് റോഡിൽ ചില കുണ്ടും കുഴിയുമൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇരുചക്ര വാഹനക്കാർ അതീവ ശ്രദ്ധ പുലർത്തണം ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. സാധാരണ നിലയിലുള്ള റോഡല്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരെ സംബന്ധിച്ച് കുണ്ടും കുഴിയുമുള്ള റോഡാണ്. വെള്ളത്തിൽ അത് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിലവിൽ എന്തായാലും കാറുകൾ ഒരു ടയറിന് മുകളിലേക്ക് വെള്ളം പോകുന്ന ഒരു സാഹചര്യം ആയിട്ടില്ല. പക്ഷേ മഴ ഇതേപോലെ ഒരു 10 മിനിറ്റ് കൂടി തുടർന്നാൽ വെള്ളം ഇതിലും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കം ആലുവ, കളമശ്ശേരി, ഇടപ്പള്ളി, വൈറ്റില മേഖലകളിലാണ്.
ശരി, അശ്വിൻ പാലാഴിയാണ് ഇടപ്പള്ളിയിൽ നിന്ന് ആ തത്സമയം ആ ദൃശ്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചത്. അവിടെ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പലരും കമന്റ് ചെയ്യുന്നുണ്ട്. ചാലക്കുടിയിലും അന്നമനടയിലും ഒപ്പം കാലടിയിലും അങ്കമാലിയിലും ഒക്കെ മഴ പെയ്യുന്നു. കണ്ണൂരിൽ മഴ പെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ആലപ്പുഴയിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിൽ മഴയില്ലാത്ത ജില്ലകളിൽ നിന്നുള്ള പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും യാത്രയിൽ ശ്രദ്ധിക്കുക. രാത്രിയിലെ കാൽനട യാത്രയിലടക്കം ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവരടക്കം കൊച്ചി നഗരത്തിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. അവിടങ്ങളിൽ ശ്രദ്ധിക്കണമെന്നതാണ് ഒരു മുന്നറിയിപ്പായി പറയാനുള്ളത്. കൊച്ചിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ഹോട്ട്സ്പോട്ടുകളായ കാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മുല്ലശ്ശേരി കനാലിലെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. മഴ പെയ്താൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന 15ഓളം സ്ഥലങ്ങളുണ്ട്. നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ ജനങ്ങളുടെ സഹായം കൂടി വേണമെന്നും കോടതി പറഞ്ഞു. പ്രവർത്തനങ്ങളുടെ കൃത്യമായ നിരീക്ഷണത്തിന് ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, അമിക്കസ് ക്യൂറി എന്നിവരെ അഭിനന്ദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കോടതിയുടെ ഇടപെടലില്ലാതെ തന്നെ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കണമെന്നും നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തൃശൂരിൽ 2 ഇടങ്ങളിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറ ഇളകി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ മതിലും കാസർഗോഡ് പുലിമുട്ടിലിടിച്ച് മീൻപിടുത്ത ബോട്ടും തകർന്നു. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. കോട്ടയം പാലായിൽ ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു. കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത്. കോഴിക്കോട് വസ്ത്രമലക്കുന്നതിനിടെ കാൽ വഴുതി കനാലിൽ വീണ വയോധികയും മരിച്ചു. തൃശൂരിൽ സ്വരാജ് റൌണ്ടിന് സമീപവും പൂങ്കുന്നത്തും വൻമരങ്ങൾ കടപുഴകി 2 പെട്ടി ഓട്ടോറിക്ഷകളും 1 കാറും ബൈക്കും തകർന്നു. ഇരുപാതകളിലും ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ജലനിരപ്പ് ഉയർന്നതോടെ ഏനാമാവ് ബണ്ട് പൊളിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലും മരം വീണു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ ചരിത്രപ്രസിദ്ധമായ വിദ്യാർത്ഥി കോർണറിന്റെ അടിത്തറയും കനത്ത മഴയിൽ തകർന്നു. അപകട ഭീഷണിയിലായ വിദ്യാർത്ഥി കോർണർ ഉടൻ പുനർനിർമ്മിക്കുമെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശനൻ അറിയിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പങ്കുള്ള ഒരു വളരെ ലാൻഡ്മാർക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കത് പുനർനിർമ്മിക്കണം. കനത്ത മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്നു. വിമാനത്താവളത്തിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം സമീപത്തെ വീടുകളിൽ ഉൾപ്പെടെ കയറി. കാസർഗോഡ് ശക്തമായ മഴയിൽ പുലിമുട്ടിലിടിച്ച മീൻപിടുത്ത ബോട്ട് തകർന്നു. നീലേശ്വരം തൈക്കടപ്പുറത്ത് പുഴയിൽ നങ്കൂരമിട്ട കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത്. ആലപ്പുഴ തുറവൂരിലെ വെള്ളക്കെട്ടൊഴിവാക്കാൻ മന്ത്രി P. പ്രസാദ് നിർദ്ദേശം നൽകി. കുട്ടനാട്ടിലെ വെള്ളക്കെട്ടൊഴിവാക്കാൻ തോട്ടപ്പള്ളി പൊഴിമുറിക്കാനും തീരുമാനമായി. ബേപ്പൂരിൽ കടലിലകപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ ടീം രക്ഷിച്ചു. തിരുവനന്തപുരം പാറശാല ഗാന്ധി പാർക്കിന് സമീപം മരം കടപുഴകി വീണ കാറും ബൈക്കും തകർന്നു. കോന്നി മെഡിക്കൽ കോളേജിലെ 4 വരി പാതയിലേക്ക് വീണ്ടും പാറക്കഷ്ണം ഇടിഞ്ഞു വീണു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. മലപ്പുറം കാക്കഞ്ചേരിയിൽ തോട്ടിൽ വീണ് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. തച്ചമ്പലം സ്വദേശി പ്രണവാനന്ദനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും. 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് തുടരും. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ബാർക്കോഴ വിവാദം വീണ്ടും. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകണമെന്ന് ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം. ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടത്. പണപ്പിരിവിന് നിർദ്ദേശിച്ചിട്ടില്ലെന്നും വിഭാഗീയ പ്രവർത്തനത്തിന്റെ പേരിൽ അനിമോൻ സസ്പെൻഷനിലാണെന്നും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് V. സുനിൽകുമാർ പ്രതികരിച്ചു. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശബ്ദ സന്ദേശം അയച്ചത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ 2.5 ലക്ഷം രൂപ വീതം നൽകണം. ഇടുക്കി ജില്ലയിൽ ഒരു ഹോട്ടൽ മാത്രമാണ് നിലവിൽ പണം നൽകിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്.
അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട്. പിന്നീട് ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അനിമോനെ തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തി. പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിനുള്ള വായ്പയാണെന്നാണ് വിശദീകരണം. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു തന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അനിമോനെ ഇന്നലെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നെന്നും വി സുനിൽകുമാർ പറഞ്ഞു. അനിമോനെ തള്ളി ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന ഇടുക്കിയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷരം രംഗത്തെത്തി. നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കളക്ഷനുകളായിട്ട് നമുക്ക് അറിയിക്കില്ല. അതൊരു സംഘടന ആഫീസ് കെട്ടിടം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് അറിയില്ല, ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. ശബ്ദരേഖയെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി MB രാജേഷ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. 24 തിരുവനന്തപുരം. മദ്യനയത്തിൽ ഇളവ് ലഭിക്കാൻ കോഴ നൽകണമെന്ന ബാർ ഉടമയുടെ ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചേക്കും. എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പരാതി പോലീസ് മേധാവി ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം. നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പുറത്തുവന്ന പുതിയ ബാർ കോഴ വിവാദം സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്നാണ് ആവശ്യം. ബാർ ഉടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. ആരോപണങ്ങൾ പച്ചക്കള്ളമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പുതിയ ബാർക്കോഴ വിവാദത്തിൽ സർക്കാരിനെതിരെ നിലപാട് ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. മദ്യനയത്തിൽ ഇളവ് വരുത്താൻ കോഴ വാങ്ങിയ എക്സൈസ് മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ ആവശ്യപ്പെട്ടു. ബാർ ഉടമകളിൽ നിന്നും കോടികൾ പിരിക്കാനുള്ള നീക്കം ഞെട്ടിപ്പിക്കുന്നതെന്നും എക്സൈസ് മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം. മദ്യനയവുമായി ബന്ധപ്പെട്ട ബാർ ഉടമകളുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന എക്സൈസ് മന്ത്രി MB രാജേഷ്. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. തിരഞ്ഞെടുപ്പിന് ശേഷം UDF വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും എക്സൈസ് മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും MV ഗോവിന്ദൻ. ഇപ്രാവശ്യത്തെ മദ്യനയം എന്ത് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. സർക്കാർ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന LDF ഇടുക്കി ജില്ലാ കൺവീനർ KK ശിവരാമൻ. ഇങ്ങനെ കുറെ ബാർ ഉടമകൾ വിചാരിച്ചാൽ ഒരു ഗവൺമെന്റ് അവർക്ക് വഴങ്ങിക്കൊടുക്കും എന്ന ധാരണ സമൂഹത്തിൽ പടരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ബോധപൂർവമാണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അനിമോൻ ഇത്തരമൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനം ബാർ ഉടമകളെ അറിയിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. മദ്യപ്രളയം സൃഷ്ടിച്ച ജനദ്രോഹം തുടരുകയാണ് സർക്കാരെന്ന് KCBCയും വിമർശിച്ചു. 24 തിരുവനന്തപുരം. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പിടിയിലായത് സാബിത്ത് നാസറിന്റെ സുഹൃത്ത് എടത്തല സ്വദേശിയായ സജിത്ത്. സാബിത്തും സജിത്തും തമ്മിൽ നിരവധി തവണ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. സാബിത്ത് നാസറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടത്തല സ്വദേശി സജിത്തിനെ പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിരവധി തവണ സാബിത്ത് നാസറുമായി പണമിടപാട് നടത്തിയതായി കണ്ടെത്തി. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാബിത്തിന്റെ കേരളത്തിലെ സഹായിയാണ് സജിത്ത് എന്ന വിലയിരുത്തലിലാണ് പോലീസ്. അവയവക്കടത്ത് സംഘവുമായി ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ എന്നും പരിശോധിച്ചു വരുന്നു. കൊച്ചി സ്വദേശിയായ മധുവിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇയാൾ നിലവിൽ ഇറാനിലാണെന്നാണ് വിവരം. പിടിയിലായ സാബിത്തിനെ പോലെ പ്രധാനിയാണ് മധുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്.
സംഘത്തിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ്. 24 കൊച്ചി. 6ാം ഘട്ടം നാളെ ബൂത്തിൽ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 6ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി കളം നിറയുകയാണ് നേതാക്കൾ. ദേശീയ വികാരങ്ങളെ ദേശവിരുദ്ധമായി ചിത്രീകരിക്കുന്ന BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടി നൽകുമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. ഇന്ത്യ മുന്നണിയുടേത് അഴിമതി സഖ്യമെന്ന് പ്രധാനമന്ത്രിയും ആരോപിച്ചു. 10 सालों से आप देख रहे हैं बड़ी बातें मंच पे, देशभक्ति की बातें मैं पूछना चाहती हूँ, कौन है वो देशभक्त जो इस देश को, इसकी आत्मा को नहीं समझ पाया, जो इस देश के किसान का आदर नहीं कर पाया? कौन है वो देशभक्त? തെരഞ്ഞെടുപ്പ് വിജയം ഇന്ത്യ മുന്നണിക്ക് അന്യമാണെന്ന വാദമാണ് പ്രധാനമന്ത്രി ഇന്നും ഉയർത്തിയത്. എല്ലാ പൊതുജന താൽപര്യങ്ങൾക്കുമെതിരാണ് ഇന്ത്യ മുന്നണിയുടെ ഘടന. അഴിമതിക്കാരെ സാമാന്യവൽക്കരിക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യുന്നത്. मोदी ने कांग्रेस के मुकाबले कई गुना ज्यादा पैसे दिए. मोदी ने कहा है बॉर्डर पर सड़कें बनाओ, इंफ्रास्ट्रक्चर बनाओ. आज बॉर्डर किनारे सैकड़ों किलोमीटर नई सड़कें बनी है. आज बॉर्डर किनारे रहने वाले फौजियों का, हमारे लोगों का जीवन आसान हुआ है. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലേക്കും നാളെയാണ് വോട്ടെടുപ്പ്. നിശബ്ദ പ്രചരണ ദിവസമായ ഇവിടങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നു. മെഹബൂബ മുഫ്തി, മനേകാ ഗാന്ധി, മനോഹർലാൽ ഖട്ടർ, കന്നയ്യകുമാർ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം 889 സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. വോട്ടെടുപ്പ് പൂർത്തിയായി 48 മണിക്കൂറിനകം ബൂത്ത് തല പോളിംഗ് ശതമാനം പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന ഹർജി ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല ഉത്തരവ് നൽകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഹർജി പിന്നീട് പരിഗണിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും മണ്ഡലം തല വോട്ട് കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിക്കുകയാണെന്ന ഹർജിക്കാരുടെ ആരോപണം. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ആണ് ഹർജിക്കാർ. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത, ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജനത്തിനുള്ള ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാൻ തീരുമാനം. ഓർഡിനൻസ് നിലനിൽക്കാത്തതുകൊണ്ട് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് നീക്കം. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് ഓർഡിനൻസ് പുറത്തിറക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാത്തതുകൊണ്ട് ഓർഡിനൻസിൽ ഒപ്പുവെക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ ഓർഡിനൻസ് മടക്കി. സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചെങ്കിലും വേഗത്തിൽ അനുമതി കിട്ടിയില്ല. ഇതോടെയാണ് ഓർഡിനൻസിന് പകരം ബില്ല് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ജൂൺ 10 മുതൽ ജൂലൈ അവസാനം വരെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കാനാണ് തീരുമാനം. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വേണമെന്ന മുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓർഡിനൻസിന് പകരം ബില്ല് തന്നെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. ഭരണഘടനാ സ്ഥാനങ്ങളിലിരിക്കുന്നവർ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാതെ സമാന്തര സർക്കാരാകാനാണ് ശ്രമം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുവെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഭരണഘടനാ പദവിയിൽ ഇരുന്നു കൊണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് ലെജിസ്ലേച്ചറിനെ വെല്ലുവിളിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയെ അട്ടിമറിക്കുന്നതും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും അധികാരങ്ങൾ പരിമിതപ്പെടുത്തുന്നതും. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ പീഡനക്കേസിൽ രാജ്ഭവന് ഇടക്കാല ആശ്വാസം.
3 ജീവനക്കാർക്കെതിരായ പോലീസ് അന്വേഷണം കൽക്കട്ട ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പരാതിക്കാരിയെ ജീവനക്കാർ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് കേസ്. അടുത്ത മാസം 10-ന് ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന 2003 നൽകിയ അപകീർത്തി കേസിൽ പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ കുറ്റക്കാരിയെന്ന് കോടതി. ഡൽഹി സാകേത് കോടതിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് രാഘവ് ശർമ്മയുടേതാണ് വിധി. പൊതുജനത്തിന് മുന്നിൽ പരാതിക്കാരന്റെ വ്യക്തിത്വം കളങ്കപ്പെടുത്തും വിധം മേധ പട്കർ പെരുമാറിയെന്ന് കോടതി നിരീക്ഷിച്ചു. 2 വർഷം തടവ് ലഭിച്ചേക്കും. ഗസയിലെ റഫേൽ സൈനിക നടപടി ഇസ്രയേൽ ഉടൻ നിർത്തിവെക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. സൗത്ത് ആഫ്രിക്കയുടെ ഹർജിയിലാണ് ഉത്തരവ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മന്ത്രിമാരുടെ അടിയന്തര യോഗം വിളിച്ചു. റഫേൽ സ്ഥിതി അങ്ങേയറ്റം ഗുരുതരമെന്ന് നിരീക്ഷിച്ചാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കോടതി സൈനിക നടപടി നിർത്തിവെക്കാൻ ഇസ്രയേലിനോട് നിർദ്ദേശിച്ചത്. 15 ജഡ്ജിമാരിൽ 13 പേരും നിരീക്ഷണത്തോട് യോജിച്ചു. അടിയന്തര സഹായം എത്തിക്കുന്നതിന് റഫ ഇടനാഴി എത്രയും വേഗം തുറക്കണം. യുദ്ധക്കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് സൗകര്യമൊരുക്കണം. ഉത്തരവ് നടപ്പിലാക്കാൻ സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനകം അറിയിക്കണമെന്നും കോടതി ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ലോക കോടതിയുടെ വിധി നിർണായകമെന്നും പാലിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നും ഹർജിക്കാരായ സൗത്ത് ആഫ്രിക്ക പ്രതികരിച്ചു. പലസ്തീനിയൻ അതോറിറ്റിയും ഹമാസും വിധി സ്വാഗതം ചെയ്തു. റഫേൽ മാത്രമല്ല, ഗസയിൽ മുഴുവനായും വെടിനിർത്തൽ വേണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു. വിധി അംഗീകരിക്കില്ലെന്ന് ധനമന്ത്രി ബെസാലേൽ സ്മോട്രിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. വിധി ധാർമ്മിക ദുരന്തമെന്ന് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യയിർ ലാപ്പിഡും കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക് 24. നടനും മിമിക്രി താരവുമായ കോട്ടയം സോമരാജ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. വർഷങ്ങളോളം മിമിക്രി കലാരംഗത്ത് സജീവമായിരുന്നു. ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തായിരുന്ന കോട്ടയം സോമരാജ് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ആരോഗ്യസ്ഥിതി വഷളായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് 4 മണിയോടെ മരിച്ചു. മിമിക്രിയിലൂടെയാണ് സോമരാജ് കലാരംഗത്തെത്തിയത്. 5 കല്യാണം, കണ്ണകി, കിങ് ലെയർ, ഫാൻഡം തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ടെലിവിഷൻ സ്റ്റേജ് പരിപാടികളുടെ തിരക്കഥാകൃത്തായും തിളങ്ങി. ഇന്ദ്രപുരാണം എന്ന സിനിമയുടെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രമുഖ മിമിക്രി താരങ്ങൾക്കൊപ്പം വേദി പങ്കിട്ടു. ഫ്ലവേഴ്സിലെ വിവിധ പരിപാടികളിലും സോമരാജ് സജീവ സാന്നിധ്യമായിരുന്നു. ഉണ്ണീഷൻ സാറേ, എന്താണ് ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്? ഇതൊരു സർക്കാർ ഓഫീസാണെന്ന് അറിയില്ലേ? ഉണ്ണീഷൻ സാർ എവിടെ? ഉണ്ണികൃഷ്ണൻ ടാക്സി കളക്ഷന് പോയിരിക്കുകയാണെന്ന്. കുറെ കാലായിലെ ഉണ്ണിയെ പെണ്ണ് കെട്ടിക്കാൻ നടക്കുന്നു. അടുത്ത് അങ്ങനെ നടക്കുവോ? സംശയ ആദ്യം നടക്കാൻ പോകുന്നത് അവന്റെ അച്ഛൻ മാധവ പണിക്കരുടെ കല്യാണം. ഇന്ന് തൃക്കോട്ടൂർ അമ്പലത്തിൽ വെച്ച് 11-നും 11:30 ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ മൂപ്പരുടെ 5 കല്യാണമാ. കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശിയാണ്. പയ്യപ്പാടിയിലെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സംസ്കാരം നാളെ കഞ്ഞിക്കുഴിയിലെ പൊതുശ്മശാനത്തിൽ നടക്കും. 24 കോട്ടയം. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി. കുടക് സ്വദേശി PS സലീമിനെയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കാസർഗോഡ് എത്തിച്ചു. ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയവെയാണ് PS സലീം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലാകുന്നത്. സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ഈ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തെരച്ചിലിൽ യഥാർത്ഥ ഫോൺ ഉടമയെ കണ്ടെത്തി. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതോടെ സലീം എവിടെയുണ്ടെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ അന്വേഷണ സംഘം വലയിലാക്കി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കുറ്റകൃത്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ സംബന്ധിച്ച സൂചന പോലീസിന് ലഭിച്ചത്. സലീമിനായി കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. 24 കാസർഗോഡ്. സംസ്ഥാനത്ത് ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന. മാനദണ്ഡങ്ങൾ ലംഘിച്ച 52 സ്ഥാപനങ്ങളിൽ വിൽപ്പന നിർത്തിവെപ്പിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഷവർമ നിർമ്മാണത്തിൽ കടയുടമകൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനായിരുന്നു പരിശോധന നടത്തിയത്. 47 സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ 512 വ്യാപാര കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 52 കടകളിലെ ഷവർമ വിൽപ്പന നിർത്തിവെപ്പിച്ചു. 108 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 56 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. പാർസലിൽ ലേബൽ കൃത്യമായി പതിക്കാതെ വിതരണം നടത്തിയ 40 സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു. വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു.
ഷവർമ ഉണ്ടാക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പാചകരീതിയെക്കുറിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏപ്രിൽ മാസത്തിൽ ആകെ 4545 പരിശോധനകളാണ് നടത്തിയത്. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു. 25 വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം ഇരട്ട ജീവപര്യന്തത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് 2-ാം പ്രതി അനുശാന്തി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ കോടതി ജീവപര്യന്തമാക്കി കുറച്ചു. 25 വർഷം പരോളില്ലാതെ 1-ാം പ്രതി നിനോ മാത്യു ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 2-ാം പ്രതി അനുശാന്തി ശിക്ഷ ഇളവുചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. ഹൈക്കോടതി ഉത്തരവിൽ തൃപ്തിയുണ്ടെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. വിധി സ്വാഗതം ചെയ്യുന്നു. വധശിക്ഷ കൊടുത്തില്ല എന്നല്ലാതെ ആ തടവ് ശിക്ഷ 25 വർഷം റെമിഷൻ ഒന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ 25 വർഷം അവിടെ കിടന്നേ പറ്റുള്ളൂ. അപ്പം അതിനകത്ത് ഒരു വധശിക്ഷ കൊടുത്തില്ല എന്നതിൽ സ്വാഗതം ചെയ്യാത്ത കാര്യം വേണ്ട. 2014 കേസിനാസ്പദമായ സംഭവം. ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു നിനോ മാത്യുവും അനുശാന്തിയും. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. എന്നാൽ നേരത്തെ വിവാഹിതയായിരുന്ന അനുശാന്തിക്ക് ഈ ബന്ധത്തിൽ 4 വയസ്സ് പ്രായമായ കുഞ്ഞുണ്ടായിരുന്നു. സ്വാസ്തിക എന്ന ഈ കുഞ്ഞിനെയും ഭർത്താവിന്റെ അമ്മ ഓമനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ഇവരെ കോടതി ശിക്ഷിച്ചത്. നിനോ മാത്യുവാണ് കൊലപാതകങ്ങൾ നടത്തിയത്. 24 കൊച്ചി. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ വിമർശിച്ച് ജമാഅത്തെ ഇസ്ലാമി മുഖമാസികയായ പ്രബോധനത്തിൽ ലേഖനം. സമസ്തയിലെ ഒരു വിഭാഗം CPIM-നോട് അടുക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്കെന്നും സമുദായത്തിന് ഇതുകൊണ്ട് ഗുണമില്ലെന്നും വിമർശനം. സമസ്തയെ വിമർശിക്കാൻ ജമാഅത്തെ ഇസ്ലാമി വളർന്നിട്ടില്ലെന്ന് SYS നേതാവ് മുസ്തഫ മുണ്ടുപാറ പ്രതികരിച്ചു. സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചു എന്ന പരാമർശത്തിൽ ബഹാവുദ്ദീൻ നദ്വി സംസ്ഥാന നേതൃത്വത്തിന് മറുപടി നൽകി. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിന്റെ ചുമതലയുള്ള KT ഹുസൈൻ എഴുതിയ ലേഖനത്തിലാണ് സമസ്തയ്ക്കും ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമെതിരായ വിമർശനം. സമസ്തയിൽ വീണ്ടും രാഷ്ട്രീയ മോഹം തളിരിടുമ്പോൾ എന്ന ലേഖനത്തിൽ പാരമ്പര്യം മറന്ന് സമസ്തയിലെ ഒരു വിഭാഗം CPIM-നോട് അടുക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്നും സമുദായത്തിന്റെ രാഷ്ട്രീയ സംഘടിത ശക്തിയെ ഇത് തകർക്കുമെന്നും പറയുന്നു. അതേസമയം ലേഖനത്തിന് മറുപടിയുമായി സമസ്ത യുവജന വിഭാഗമായ SYS-ന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. പ്രാതിനിധ്യമില്ലാത്ത സംഘടന സമസ്തയെയും ലീഗിനെയും തമ്മിലടുപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നും നിരാശയുടെ ഭാഗമാണ് പ്രബോധനത്തിലെ ലേഖനമെന്നും മുസ്തഫ മുണ്ടുപാറ. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ 1% പോലും പ്രാതിനിധ്യമില്ലാത്തൊരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ എന്നും സമസ്തയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ അണിയേറുന്ന 2 പ്രസ്ഥാനങ്ങളാണ്. രാഷ്ട്രീയമായി മുസ്ലിം ലീഗിലും മതപരമായി സമസ്തയിലും അണിയേറുന്ന മുസ്ലിങ്ങളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഈ സംഘടനകളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമം നടത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചെന്ന വിവാദ പരാമർശത്തിൽ സുപ്രഭാതം ചീഫ് എഡിറ്റർ കൂടിയായ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സംസ്ഥാന നേതൃത്വത്തിന് മറുപടി നൽകി. സുപ്രഭാതത്തിന്റെ നിലപാടിൽ അതൃപ്തി പ്രകടമാക്കുന്ന കത്തിൽ വിശദമായ മറുപടി 5-ാം തീയതി ചേരുന്ന സംസ്ഥാന മുഷാവറ യോഗത്തിൽ നൽകാമെന്നും വ്യക്തമാക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.